നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു ഇടവേളയ്ക്ക് ശേഷം മനുഷ്യ വന്യമൃഗ ആക്രമണം വീണ്ടും. ഇത്തവണ വികസിത കൊച്ചിയിലാണ്. കാട്ടാന മറിച്ചിട്ട മരം വീണ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനി മരിച്ച നടുക്കം മാറും മുൻപേ കാട്ടാന ആക്രമണത്തിൽ വീണ്ടും ഒരാൾ കൂടി കൊല്ലപ്പെട്ടതിന്റെ ഭീതിയിലാണ് കോതമംഗലം സ്വദേശി എൽദോസ് വർഗീസ് ആണ് തിങ്കളാഴ്ച രാത്രി കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ശനിയാഴ്ച വൈകിട്ടാണ് നേരമംഗലം ചെമ്പൻകുഴിയിൽ കാട്ടാന മറിച്ചിട്ട മരം വീണ് വിദ്യാർത്ഥിനിയായ ആൻമേരി മരിച്ചത്. എറണാകുളത്ത് സെക്യൂരിറ്റി ജോലിക്കാരനായ എൽദോസ് രാത്രി 8:30 KSRTC ബസ്സിലെത്തി വീട്ടിലേക്ക് നടന്നു പോകുന്ന വഴിയാണ് ആനയുടെ ആക്രമണം ഉണ്ടായത്. വീട്ടിൽ നിന്ന് കേവലം 1 കിലോമീറ്റർ അകലെയാണ് ആക്രമണം ഉണ്ടായത്. ഇതുവഴി പോയ ഓട്ടോറിക്ഷക്കാരനാണ് മൃതദേഹം കണ്ടതും നാട്ടുകാരെ അറിയിച്ചതും. ശരീരം ഛിന്ന ഭിന്നമായ നിലയിലായിരുന്നു. എൽദോസിനെ അടുത്തുള്ള മരത്തിൽ അടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് സംശയം. വഴിവിളക്കുകളില്ലാത്തതിനാൽ ഈ പ്രദേശമെല്ലാം സന്ധ്യയായാൽ ഇരുട്ടാണ്. ആന വഴിയിൽ പതുങ്ങി നിന്നാലും അറിയില്ല. ആനയുടെ സാമീപ്യം അറിയാതെ ചെന്ന എൽദോസിനെ ആന ആക്രമിക്കുകയായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇനിയും ഇത് സഹിക്കാൻ പറ്റില്ലെന്നും സുരക്ഷിതമായി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ പ്രതിഷേധം ശക്തമാക്കിയിരുന്നു. സ്ഥലത്തെത്തിയ വനം വകുപ്പ് അധികൃതരെ നാട്ടുകാർ തടഞ്ഞു. പഞ്ചായത്ത് അധികൃതരടക്കം സ്ഥലത്തെത്തിയിരുന്നു. എറണാകുളം ജില്ലാ കളക്ടർ സ്ഥലത്തെത്താതെ മൃതദേഹം വിട്ടുതരില്ല എന്ന നിലപാടിലായിരുന്നു നാട്ടുകാർ. പിന്നാലെ വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ജില്ലാ കളക്ടറുമായി സംസാരിച്ചു. തുടർന്ന് ADM-നെ സ്ഥലത്തേക്ക് അയച്ചു. ശനിയാഴ്ച സുഹൃത്തിനൊപ്പം ബൈക്കിൽ സഞ്ചരിക്കുമ്പോഴാണ് പെൺകുട്ടിക്ക് ജീവൻ നഷ്ടമായത്. നേര്യമംഗലം നഗരംപാറ ഫോറസ്റ്റ് ഓഫീസിന്റെ സമീപത്തെ ചെമ്പൻകുഴിയിൽ വെച്ച് കാട്ടാന പന ഇടിച്ചു നിരത്തുകയായിരുന്നു. ഇത് ഇവരുടെ മുകളിലേക്ക് വീണു. ഇപ്പോൾ കാട്ടാന ആക്രമണം ഉണ്ടായ ഉരുളൻ തണ്ണിയിൽ 1 വർഷം മുൻപ് ആദിവാസിയായ ഒരാളെ ആന ചവിട്ടിക്കൊന്നിരുന്നു. ഫെൻസിംഗ് നിർമ്മിക്കാമെന്നും കിടങ്ങ് നിർമ്മിക്കാമെന്നും അന്ന് വനംവകുപ്പ് DFO അടക്കമുള്ളവർ വാക്ക് നൽകിയതാണ്. ഇതെവിടെയും എത്തിയിട്ടില്ല എന്ന് ജനങ്ങൾ കുറ്റപ്പെടുത്തുന്നു. ഇതിന്റെ തൊട്ടടുത്തുള്ള അട്ടിക്കളത്തുള്ള 3 സ്ത്രീകളാണ് അടുത്തിടെ പശുവിനെ അന്വേഷിച്ച് വനത്തിനകത്ത് പോയി ആനപ്പേടിയിൽ കുടുങ്ങിയതും പിന്നീട് രക്ഷപ്പെടുത്തിയതും. ഇവർ താമസിക്കുന്ന അട്ടിക്കളത്തും ആനയുടെ ശല്യം രൂക്ഷമാണ്. കോതമംഗലം താലൂക്കിലെ കോട്ടപ്പടി, പിണ്ടിമന, കീരാമ്പാറ, കുട്ടമ്പുഴ, കവളങ്ങാട്, പൈങ്ങോട്ടൂർ പഞ്ചായത്തുകളിൽ കാട്ടുമൃഗങ്ങളുടെ ശല്യം രൂക്ഷമാണ്. ആനയ്ക്ക് പുറമെ മറ്റു വന്യമൃഗങ്ങളുടെ ശല്യം ഇവിടെ രൂക്ഷമാണ്. ഞങ്ങളുടെ ജീവൻ ഒരു വിലയുമില്ലേ? ഓരോ ജീവനായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നാളെയും ആരുടെയെങ്കിലും ജീവൻ നഷ്ടപ്പെടും. കോതമംഗലം ഉരുളൻ തണ്ണിയിൽ കോടിയാട്ട് എൽദോസ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സ്ഥലത്ത് പ്രതിഷേധവുമായി തടിച്ചുകൂടിയ നാട്ടുകാരിൽ ഒരാൾ വൈകാരികമായി ചോദിച്ചത് ഇങ്ങനെയാണ്. അധികാര കേന്ദ്രങ്ങളിൽ പലയാവർത്തി ചോദിച്ച ചോദ്യമാണ് അവർ വീണ്ടും ചോദിച്ചുകൊണ്ടിരുന്നത്. തുടർന്ന് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ 1.5 മണിക്കൂറോളം നടത്തിയ ചർച്ചകൾക്കൊടുവിൽ പുലർച്ചെ 2 മണിയോടെ പ്രതിഷേധം അവസാനിപ്പിച്ചു. ജില്ലാ കളക്ടർ നൽകിയ ഉറപ്പുകളുടെ അടിസ്ഥാനത്തിൽ എൽദോസിന്റെ മൃതദേഹം കോതമംഗലം താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. എൽദോസിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. ചെക്ക് കൈമാറി. സോളാർ ഫെൻസിംഗ് ജോലികൾ 21-ന് തുടങ്ങും. 8 കിലോമീറ്ററിനുള്ളിലെ ട്രഞ്ച് നിർമ്മാണം തുടങ്ങും. തെരുവിളക്കുകൾ സ്ഥാപിക്കാൻ 5 ദിവസത്തിനുള്ളിൽ നടപടി സ്വീകരിക്കും. RRT സംഘത്തിന് വാഹന സൗകര്യമൊരുക്കും. കളക്ടറുടെ നേതൃത്വത്തിലെടുത്ത തീരുമാനത്തിൽ കൈക്കൊണ്ട നടപടികളുടെ അവലോകന യോഗം കളക്ടറുടെ നേതൃത്വത്തിൽ തന്നെ നടക്കും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.